ഹലോ ബട്ടർഫ്ലൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ എന്തോ തോന്നിയതങ്ങനെ എഡിറ്റ് ചെയ്തതാണ്. ഫസ്റ്റ് എപ്പിസോഡാണ് കേട്ടോ. എനിക്കിപ്പോൾ എക്സാം ടൈമാണ്. എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ചെലങ്ക് ചെയ്യാനുണ്ട്, മൈ റൗഡ് ചെയ്യാനുണ്ട്, മൈ ബോയ് ഫ്രണ്ട് ചെയ്യാനുണ്ട്, സ്വീറ്റ് ഡ്രീംസിൻ്റെ പാർട്ട് 2 ചെയ്യാനുണ്ട്. ലെങ്ത് കൂട്ടാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. ഇനി ലെങ്ത് കൂട്ടി ഞാൻ എഡിറ്റ് ചെയ്യാം. പിന്നെ ഈ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്യാനൊക്കെ മറക്കല്ലേ. പിന്നെ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ഇടാൻ ആരും മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. Hello, Mrs. Manjari. Yes? Alexei, how are you, man? I'm good. What about you? I am good. പിന്നെ പറ, എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ മാരേജ് കഴിഞ്ഞു. ഓ, കൺഗ്രാറ്റ്സ് മാൻ. താങ്ക് യു. പെണ്ണാരാടാ? അത് ഇച്ചായ. പോകാം. മഞ്ജരി, ദിസ് ഈസ് മൈ വൈഫ്, മിസ്സിസ് സിയ. ഹലോ. ഹായ് സിയ, ദിസ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് മഞ്ജരി. ഓ, ഇതാണല്ലേ മഞ്ജരി. നൈസ് ടു മീറ്റ് യു മഞ്ജരി. തന്നെക്കുറിച്ച് എപ്പോഴും ഇച്ചായം പറയും. 3 വർഷമായി കണ്ടിട്ടെന്നും പറഞ്ഞു. എവിടെയായിരുന്നു ഇത്രയും കാലം? അത് ബിസി ആയിരുന്നു. എന്നാലും അലക്സേ, നീ എന്നെ മറന്നില്ലല്ലോ. എനിക്കെങ്ങനെ മറക്കാൻ പറ്റുമോ? നീ എൻ്റെ കുഞ്ഞു പെങ്ങളല്ലേ. പിന്നെ പറ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എനിക്കെന്ത് വിശേഷാടാ? മാരേജ് കഴിഞ്ഞോ? മാരേജ് കഴിഞ്ഞായിരുന്നു എൻ്റെ. ആരെയാ നീ കെട്ടിയ? ആ വിക്കീനെയാണോ? അത് ഒരു മിനിറ്റ്. ഹലോ മോളെ, ഇത് ഞാൻ അമ്മച്ചിയാ. അമ്മച്ചി പറഞ്ഞോ. മോൾ എപ്പോഴാ വീട്ടിലേക്ക് എത്തുക? ഇപ്പൊ എത്താ അമ്മച്ചി. എന്നാ ശരി മോളെ. എന്നാ ശരി, നമുക്ക് പിന്നെ കാണാം. ഓക്കേടാ, ബായ് മഞ്ജരി. ഇച്ചായ, മഞ്ജരിയുടെ മുഖത്ത് എന്താ ഒരു ദുഃഖം? ആർക്കറിയാം. അല്ല, ആരായി വിക്കി? അതോ പറഞ്ഞു തരാം, നീ വാ. ഓക്കേ. And baby, you're all that I want. When you're lying here in my arms, I'm finding it hard to believe we're in heaven. And love is all that I need, and I found it there in your heart. It isn't too hard to see. നിനക്ക് തലവേദന അല്ലേ അന്ന? അതെ ചായ. എന്നാ പോയി റെസ്റ്റ് എടുക്ക്. ശരി ചായ. അമ്മച്ചിക്ക് എന്നാ പറ്റി അപ്പച്ച? അതോ, അവക്ക് തലവേദനയാ. ഓ, മോളെ, അപ്പച്ചന് വേണ്ടി ഒരു ചായ ഇട്ടുകൊണ്ട് വന്നേ. ഇപ്പൊ ഇട്ടോണ്ട് വരാ അപ്പച്ച. മോളെ വീണു, എന്നതാ അമ്മച്ചി? അവന്മാര് വന്നോ? ഇല്ല അമ്മച്ചി, വിക്കിച്ചായൻ താമസിക്കുമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ജിമ്മിച്ചായന്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. ഇവള് ഉറങ്ങിയോ? ഇല്ല, ഉറങ്ങിയില്ല. ബേബി, നീ ഉറങ്ങില്ലേ? സമയം 12 ആയല്ലോ. അപ്പൊ സമയം 12 ആയെന്ന് എൻ്റെ കെട്ടിയവൻ അറിയാം. എവിടെ ആയിരുന്നു എൻ്റെ കെട്ടിയവൻ? അത് ബേബി. നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ മനുഷ്യ? ചെറുതായിട്ട്. ഓ, ചെറുതായിട്ടല്ലേ? മനുഷ്യ അവിടെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് വല്ല അറിയണോ? ബേബി സോറി, ഞാനിനി ഇങ്ങനെയൊന്നും ചെയ്യൂല, സത്യം. എനിക്കൊന്നും കേൾക്കണ്ട. നീ ഇത് എവിടെ പോവാ ബേബി? ഞാൻ അപ്പുറത്തെ റൂമിൽ കിടക്കാൻ പോകുക. എന്തിന്? ഇവിടെ വിശാലമായിട്ട് കട്ടിലില്ലേ? നീ എങ്ങും പോണ്ട, നീ ഇങ്ങ് വാ. പോടാ. നിക്കടേ അവിടെ. വീടെന്നെ.
എങ്ങോട്ട് പോവാടി നീ? എന്നെ വിട്, ഞാൻ പോണ്. നീയേ എങ്ങോട്ടും പോകുന്നില്ല. സോറി ബേബി, ഞാൻ ഇനി കുടിക്കത്തില്ല. അത് മാത്രമല്ല, ഞാൻ 2 ഗ്ലാസ്സേ കുടിച്ചോളൂ. ശരിക്കും ആ ബേബി, നീ നോക്ക്, ഞാൻ നോർമലാ, നോക്കിയേ. നിങ്ങൾക്കേ എന്നെ ടെൻഷൻ അടുപ്പിച്ചില്ലെങ്കിൽ ഉറക്കം വരത്തില്ല അല്ലേ? സോറി 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 സോറി. ആ ക്ഷമിച്ച്, വന്ന് കിടക്കാൻ നോക്ക്. അല്ല, ശരിക്കും നിന്റെ പിണക്കം മാറിയോ? ആ മാറി. ഇല്ലല്ലോ, എനിക്ക് തോന്നുന്നില്ലല്ലോ. ഇല്ല ചായ, എനിക്ക് പിണക്കമൊന്നുമില്ല. ഉണ്ട്, ഞാൻ മാറ്റിത്തരാം നിന്റെ പിണക്കമൊക്കെ. ഓ ഇപ്പം മനസ്സിലായി, മാറിക്കാൻ അങ്ങോട്ട്. എന്തുവാടി 2 ദിവസമായി കേട്ടോ, പ്ലീസ്. പോ മനുഷ്യ അങ്ങോട്ട്. 2 ദിവസമായി മനുഷ്യ ഒന്ന് നേരെ ചൊവ്വേ നടക്കാൻ ഇറങ്ങി. അത്രയ്ക്കൊന്നും പോകൂല. 2 ദിവസം മുമ്പും ഇത് തന്നെ ചായൻ പറഞ്ഞത്. എന്തുവാടി? മാറങ്ങോട്ട്. എന്തുവാടി? പ്ലീസ് 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 പ്ലീസ്. ഓക്കെ. താങ്ക് യു മുത്തേ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്നാ പറ്റി മോളെ, മുഖമൊക്കെ ഒരുമാതിരി ഇരിക്കുന്നേ? നീ ഇന്നലെ ഉറങ്ങിയില്ലേ? ഉറങ്ങിയില്ല അമ്മച്ചി. ജിമ്മി എപ്പോഴാ മോളെ വന്നേ? രാത്രി 12 മണിക്കാ അമ്മച്ചി വന്നേ. എഴുന്നേറ്റാ അവൻ? ഇല്ല അമ്മച്ചി, എഴുന്നേറ്റില്ല ചായൻ. ഇന്ന് അവൻ ഓഫീസിലൊന്നും പോകുന്നില്ലേ? അറിയത്തില്ല അമ്മച്ചി. മോള് പോയി ചോദിക്ക അവനോട്. ശരി അമ്മച്ചി. അച്ചടാ, എന്നെ ക്യൂട്ടാ ഉറങ്ങുന്നത് കാണാൻ. ഇന്നലെ എൻ്റെ ഉറക്കം കളഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ? ചിമ്മിച്ചായ എഴുന്നേറ്റേ. ദയിച്ചായ എഴുന്നേൽക്കാൻ പറഞ്ഞേ. എഴുന്നേക്ക് ചായ, എഴുന്നേക്ക അങ്ങോട്ട്. എന്തുവാ? എഴുന്നേക്കുന്നില്ലേ? എവിടെ പോകാൻ? എഴുന്നേക്ക് ചായ, ഓഫീസിൽ പോകണ്ടേന്ന്. ഇന്ന് ഞാൻ പോകുന്നില്ല. അതെന്നെ ചായ ഇന്ന് പോകാത്തെ? ഇന്ന് പോകാൻ തോന്നുന്നില്ല. ഓക്കെ, ഇച്ചായൻ ജോലിക്ക് വേണ്ട, പക്ഷെ എനിക്ക് പോണം. ഞാൻ പോണേ. നിക്ക് മഞ്ജു അവിടെ. എന്നതാ ചായ? നീ ഇന്നേ പോകണ്ട. അത് പറ്റില്ല, എനിക്കിന്ന് പോകണം. ഇന്ന് എന്നെ കാണാതെ വിഷ്ണു ചേട്ടൻ വിഷമിക്കും. നീ ഇന്ന് പോകണ്ട. അവിടെ ഒരു വിഷ്ണു. നിങ്ങൾക്ക് ആലീനെ വെച്ച് പറയാം, എനിക്ക് എൻ്റെ വിഷ്ണുവേട്ടനെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല. അത് കൊള്ളാലോ. ഞാൻ ഇനിയും പറയും, അലീന അവൾ എൻ്റെയാ. അവളെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ. എൻ്റെ വിഷ്ണു ചേട്ടനെ കുറിച്ച് വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. മഞ്ജു മതി, നമുക്ക് ഈ ടോപ്പിക് ഇവിടെ വിടാം. പൊള്ളുന്നുണ്ടോ ചിമ്മിച്ച നിങ്ങൾക്ക്? എന്നാൽ അങ്ങ് സഹിക്ക്. എത്രയോ ജന്മമായി വിഷ്ണുവേട്ടനെ ഞാൻ തേടുന്നു. നിന്നോടല്ല ഞാൻ പറഞ്ഞ മതിയാക്കാൻ. ഈ ചാൻ എന്നെ വിട്ടേ. ഇല്ല. ഈ ചാൻ എന്തിനാ എൻ്റെ അടുത്തോട്ട് വരുന്നേ? മാറിക്കേ മാറിക്കേ. ഇല്ല മോളെ, നീയാ എന്നെ ഇളക്കി വിട്ടെ. മാറ് മനുഷ്യ അങ്ങോട്ട്. എന്നടാ പൊന്നെ? അതിനെന്നാ പോകാം. വാവ പോയി റെഡി ആയിട്ട് വാ. അമ്മ വരുന്നില്ല, മോൻ ചെന്ന് മീനു ആന്റി അടുത്തോട്ട് പോയി പറ. മോൻ ചെല്ല് കേട്ടാ. ഇവിടെ നിന്നാ എൻ്റെ കാര്യത്തിന് തീരുമാനമാകും. നൈസിനോടൊന്ന് മുങ്ങിയേക്കാം. എങ്ങോട്ട് പോകുവാ? പിടിച്ച് റെഡിയാകാൻ. എങ്ങോട്ട് പോകാൻ? ജോലിക്ക് പോകാൻ. നിന്റെ അടുത്തല്ലേ പറഞ്ഞേ നീ ഇന്ന് പോകണ്ടെന്ന്? പോകുന്നില്ല. എന്നാ പോയി റെഡിയായി വന്നേ. ഓ ശരി എന്നാ. എവിടെ പോണ് പാപ്പയും മോനും കൂടി? ഒന്ന് പുറത്ത് പോകുമായിരുന്നു അമ്മ. നീ ഇന്ന് ഓഫീസിലൊന്നും പോകുന്നില്ലേടാ? ഇല്ല മമ്മി. അപ്പൊ ഇന്ന് ഓഫീസിലോട്ട് ആരാ ഇന്ന് പോകുന്നേ? വിക്കി, അല്ലാതെ വേറെ ആരാ പോന്നേ? മഞ്ജുമോൾ എന്തിയേ? അവള് റെഡി ആകുക. ഹോസ്പിറ്റലിൽ പോകാനാണോടാ? അല്ല, ഇന്ന് എന്റെ കൂടെ പുറത്തു പോകാനാ. ഓ പോയിട്ട് വാ.
പോയിട്ട് വരട്ടെ അമ്മച്ചി. പോയിട്ട് വാ 3 പേര്. ഒരു മിനിറ്റ്. എന്നെ പറ്റി ചായ? മോനെ ജസ്റ്റ് മോൻ ചെന്ന് കാറിരിക്കും. പപ്പയും മമ്മയും ഇപ്പം വരാട്ടോ. എന്നെ പറ്റി ചായ? അതോ വീട് മനുഷ്യ അങ്ങോട്ട്. എൻ്റെ ചുണ്ടിൻ്റെ അടുത്ത് തീരുമാനമായി. ഇനി പോകാം, നീ വാ. ബട്ടർഫ്ലൈസ്, നിങ്ങൾ ഈ സൗണ്ടൊന്നും ശ്രദ്ധിക്കാൻ പാടില്ല കേട്ടോ. കാരണം എന്താ, ഞാൻ കുറേ ശ്രമിച്ച എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് സൗണ്ട്സൊക്കെ കുറേ ഉണ്ടായിരുന്നു. ടി വിയുടെ സൗണ്ട്, പിന്നെ എന്തൊക്കെയാണ് വണ്ടിയിൽ എന്തോ മലക്കറി ഐറ്റങ്ങൾ എന്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ബട്ടർഫ്ലൈസ് അതൊക്കെ ക്ഷമിച്ച് എൻ്റെ എഫ് കണ്ട് തീർക്കേണ്ടതാണ്. അപ്പോൾ ശരി, എന്നാൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.